നമ്മളിന്ന് പറയാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്? ഫസ്റ്റ് വൺ ക്ലാസ് റൂം ലെക്ചർ മെത്തേഡാണ്. ഇറ്റ്സ് എ സിമ്പിൾ മെത്തേഡ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് കൺവെൻഷണൽ മെത്തേഡ്. ഇറ്റ് ഈസ് ടൈം സേവിങ്. വളരെ എളുപ്പമുള്ളതും ചെലവ് കുറഞ്ഞതും പരമ്പരാഗത രീതിയിലുള്ള ഒരു മെത്തേഡാണ് ക്ലാസ് റൂം ലെക്ചർ മെത്തേഡ്. ടൈം സേവിംഗ് ആണ് കാരണം ഇറ്റ് കവേഴ്സ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. It involves a speech by the instructor with very limited discussion. ഒരു ക്ലാസ് റൂം ലെക്ചർ മെത്തേഡ് നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ ഒരു ക്ലാസ് എടുക്കുന്നു, ഡിസ്കഷനുള്ള സ്കോപ്പ് അവിടെ കുറവാണ്. അതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷനാണ്. എന്നാൽ ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ ലെക്ചർ ചിലപ്പോൾ 1 hour ആകാം, 2 hours ആകാം. But our normal human attention span is only 15 minutes and the contents of the lecture will be easily forgotten. And this method also does not provide active participation on the part of trainees. So the contents of the lecture will be easily forgotten and it does not provide active participation of the trainees. These are the two weaknesses of this method. But one of the important merit of this method is that it covers maximum number of people in a short period of time. Next method എന്ന് പറയുന്നത് group discussion method. It's a method used to increase the knowledge and attitude development of trainees. ട്രെയിനീസിൻ്റെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനും നോളജ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡ്. Here several ideas will emerge after a group discussion. പല തരത്തിലുള്ള ഐഡിയാസ് ഗ്രൂപ്പ് ഡിസ്കഷന് ശേഷം ഡെവലപ്പ് ചെയ്യും. An instructor is optional but a leader is very necessary for this group discussion. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു ലീഡർ ഈ ഗ്രൂപ്പ് ഡിസ്കഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി ധാരാളം ഐഡിയാസ് ഉരുത്തിരിഞ്ഞ് വരുമല്ലേ, ധാരാളം ആശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. സെവറൽ ഐഡിയാസ് കെയിം ഇൻ ടു ബീങ് ആഫ്റ്റർ ദ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഈച്ച് പേഴ്സൺ ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്രസൻറ്റ് ഹിസ് ഐഡിയാസ് ആൻഡ് ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഗ്രൂപ്പ്. Each member gets an opportunity to present one's own ideas and get feedback from members of the same group. ഓരോ മെമ്പറിനും ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കും എന്താണ് ഐഡിയാസ്, തങ്ങളുടേതായ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് ലഭിക്കാനും സാധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നോളജും ആറ്റിറ്റ്യൂഡും ഡെവലപ്പ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഉള്ള ഒരു മെത്തേഡാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡ്. Several ideas will be generated after a group discussion and the advantages and disadvantages of these ideas will also be discussed in that group discussion. A leader is very necessary for this discussion. Each member gets an opportunity to present one's own ideas and get feedback from members of the same group. Next method, simulation exercise method. It is a method of training by creating an artificial world or a virtual environment. ഒരു വെർച്വൽ വേൾഡ്, ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ട്രെയിനിങ് കൊടുക്കുന്ന രീതിയെ ആണ് നമ്മൾ സിമുലേഷൻ എക്സസൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ചെറിയ ഡിവൈസസ് തുടങ്ങി ഒരു ടോട്ടലി ഒരു അറ്റ്മോസ്ഫിയർ, മറ്റൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വരെ ചിലപ്പോൾ ഇത്തരം ട്രെയിനിങ്ങിന് വേണ്ടി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ആണെങ്കിൽ ഒരു തീപിടുത്തമുണ്ടായാൽ എങ്ങനെ അത് അണയ്ക്കാം, ഒരു സ്കൂളിൽ അതുണ്ടായാൽ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നെങ്കിൽ അതിനെ നമ്മൾ സിമുലേഷൻ എക്സസൈസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ഫോണിൽ കളിക്കുന്ന ഗെയിംസ് എല്ലാം തന്നെ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് എ ട്രെയിനിങ് ഡിവൈസ് varying with
varying degrees of complexity that model the real world. It helps and improves the possibility of learning without damaging equipments or human life. എക്യുപ്മെൻസിന് നാശം വരാതെയും ഹ്യൂമൻ ലൈഫിനൊരു പ്രോബ്ലം വരാതെയും ട്രെയിനിങ് കൊടുക്കാൻ ഹെൽപ്ഫുള്ളായ ഒരു മെത്തേഡാണ് സിമുലേഷൻ എക്സസൈസ് മെത്തേഡ്. ഇറ്റ് ഇംപ്രൂവ്സ് ദ പോസിബിലിറ്റി ഓഫ് ലേണിംഗ് വിതൗട്ട് ഡാമേജിങ് ദ എക്യുപ്മെൻറ്റ്സ് ഓർ ഹ്യൂമൻ ലൈഫ്. ഇത്തരം മെത്തേഡിലൂടെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന ഏരിയ ട്രാഫിക് റൂൾസ്, സിഗ്നൽസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഡ്രൈവിംഗ്. അപ്പം സിമുലേഷൻ എക്സസൈസ് എന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ വി ആർ ക്രിയേറ്റിംഗ് ആൻ ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് ഫോർ പ്രൊവൈഡിങ് ട്രെയിനിങ് ടു ദ പാർട്ടിസിപ്പൻസ്. അടുത്ത മെത്തേഡ് റോൾ പ്ലേയിങ് മെത്തേഡ്. ഓരോ ഇൻഡിവിജ്വൽസിനും അല്ലെങ്കിൽ ഓരോ ട്രെയിനിക്കും ഓരോ റോൾ അസൈൻ ചെയ്ത് കൊടുത്ത് ട്രെയിനിങ് കൊടുക്കുന്ന രീതിയാണ് റോൾ പ്ലേയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. Here, every trainee will be assigned a particular role and there is also a partner in that role playing. ഒരു പാർട്ട്ണറും കൂടെ ഈ റോൾ പ്ലേയിങ് ഉണ്ടാക്കും, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ട്രെയിനർ, ട്രെയിനി, ബയർ, സെല്ലർ, ഇൻ്റർവ്യൂവർ, ഇൻ്റർവ്യൂ. ഇതിൻ്റെ ഉദ്ദേശം, ഈ റോൾ പ്ലേയിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ടീച്ച് സർട്ടൺ സ്കിൽസ്, കുറച്ച് സ്കില്ലുകൾ ട്രെയിനികൾക്ക് കിട്ടണം. എന്തൊക്കെ സ്കില്ലുകളാണ്? ഇൻ്റർവ്യൂ, നെഗോഷിയേഷൻ, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, പെർഫോമൻസ് അപ്രൈസൽ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. സ്കില്ല് എന്തൊക്കെയാണ്? ഇൻ്റർവ്യൂ ചെയ്യാനുള്ള സ്കില്ല് വേണം, ഒരു കാര്യം പറഞ്ഞ് സാധിപ്പിക്കാൻ നെഗോസിയേഷൻ സ്കിൽ വേണം, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ, മറ്റൊന്ന് ഒരാളുടെ നിലവാരം അളക്കാൻ സാധിക്കണം, പെർഫോമൻസ് അപ്രൈസൽ, പിന്നെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയുമാണ് റോൾ പ്ലേയിങ് മെത്തേഡ് കൊണ്ടുള്ള ഉദ്ദേശം. So in a role playing method, certain selected roles will be assigned to each participant and he will be given a partner also. The participants have to respond to specific problems and expectations of people that they might actually encounter in their jobs. ഇതുകൊണ്ട് കുറേ സ്കില്ലുകൾ കിട്ടുന്നു. ഇൻ്റർവ്യൂ, നെഗോസിയേഷൻ സ്കിൽ, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, പെർഫോമൻസ് അപ്രൈസൽ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത മെത്തേഡ് കേസ് സ്റ്റഡി മെത്തേഡ്. ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് സ്റ്റഡി ചെയ്ത് അതിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ കോസസ് കണ്ടുപിടിക്കുക, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതാണ് കേസ് സ്റ്റഡി മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. is a written down narrative description of a real situation or incident relating to an organization and its business, depicting any problem that participants could face in their employment. ചിലപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ഒരു പ്രോബ്ലം ആയിരിക്കാം പഠിക്കേണ്ടത്, ചിലപ്പോൾ സൊസൈറ്റിയിലെ ഒരു പ്രോബ്ലം ആയിരിക്കാം. സോ ഇറ്റ് ഈസ് എ റിട്ടൺ ഡൗൺ നറേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പർട്ടിക്കുലർ ഇവൻറ്റ്. And the trainees have to propose a number of solutions for that particular problem. It, as a result, the trainee can develop analytical, reasoning and problem solving skill. Trainees ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് പഠിക്കണം. He has to find out the cause, then he has to suggest certain certain solutions for that particular problem. And as a result of studying all these aspects, he can develop analytical, reasoning and problem solving skill. കേസ് സ്റ്റഡി മെത്തേഡിലൂടെ അനലൈസ് ചെയ്യാനും റീസണിങ്ങും ഒരു പ്രശ്നം പരിഹരിക്കാനും ഒക്കെ ഒരു ട്രെയിനി പഠിക്കുന്നു. അതാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഇന്ന് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുമ്പോൾ studying a particular incident, finding a solution to that particular incident. As a result, it creates a stimulating thought to all the participants. ഒരു തോട്ട് സ്റ്റിമുലേഷന് ഇത് ഹെൽപ്ഫുൾ ആകുന്നു. മറ്റൊന്ന് അനലറ്റിക്കൽ, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നു. മറ്റൊരു മെത്തേഡ് അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് മെത്തേഡ്. ഇറ്റ് കമ്പൈൻസ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസ് വിത്ത് ഓൺ ജോബ് ട്രെയിനിങ്.
ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാകും അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് മെത്തേഡിൽ. ട്രെയിനീസ് ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്രൻറ്റീസ് എന്ന പേരിലാണ് വർക്ക് ചെയ്യേണ്ടത്. ആ ട്രെയിനീസിന് കുറച്ച് ശമ്പളവും കൊടുക്കും. ദേ വേർ ഗിവൺ or they were receive lower wage than the normal workers. But it is a combination of education and employment. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനും ഓൺ ദ ജോബ് ട്രെയിനിങ്ങും കമ്പൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് മെത്തേഡ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് trainees at a novice stage called apprentice work under the guidance of skilled or licensed instructor, and they will receive lower wage than the other normal workers. ഒരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ അപ്രൻറ്റീസ് എന്ന പേരിൽ ജോലി ചെയ്യുകയും കുറച്ച് ശമ്പളം മേടിക്കുകയും ചെയ്ത് ട്രെയിനിങ് കിട്ടുന്ന ഒരു മെത്തേഡാണ് അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് മെത്തേഡ്. നല്ലൊരു മെത്തേഡാണ്, കാരണം എഡ്യൂക്കേഷൻ, ജോലി പഠിക്കാനും പറ്റുന്നു, ആ ജോലിക്ക് കുറച്ച് സാലറി കിട്ടുകയും ചെയ്യും. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇത്തരത്തിൽ അപ്രൻറ്റീസ്ഷിപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്ന കുറച്ച് ജോലികൾ ടൈലറിങ്, ഇലക്ട്രോണിക് വർക്ക്, പ്ലംബിംഗ്, കാർപ്പൻട്രി, പെയിൻറ്റിങ് വർക്ക്, ഇതൊക്കെയാണ് അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് മെത്തേഡ് വഴി മിക്കവാറും യൂസ് ചെയ്ത് പഠിക്കുന്ന ചില വർക്കുകൾ. ഇലക്ട്രോണിക്, ടൈലറിങ്, കാർപ്പൻട്രി, പ്ലംബിംഗ്, പെയിൻറ്റിങ്. ഇനി ലാസ്റ്റ് വൺ, ജോബ് റൊട്ടേഷൻ മെത്തേഡ്. ഒരു ട്രെയിനിയെ ഒരു ഓഫീസിൽ തന്നെ പല ജോബുകൾ 1-2 മാസത്തെ ഇടവേളയിൽ പല ജോബുകൾ പഠിപ്പിച്ച് കൊടുക്കുന്ന രീതിയാണ് ജോബ് റൊട്ടേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഷിഫ്റ്റിംഗ് ഓഫ് ട്രെയിനീസ് ഫ്രം വൺ ജോബ് ടു അനദർ so as to widen their exposure and enable them to obtain a general understanding of the totality of the organization. ഇപ്പം ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റിംഗ് ഓഫ് ട്രെയിനീസ് ഫ്രം വൺ ജോബ് ടു അനദർ so as to widen their exposure and enable them to obtain a general understanding of the totality of the organization. പല ജോബുകൾ മാറി ചെയ്യുമ്പോൾ ഓർഗനൈസേഷനിലെ മുഴുവൻ കാര്യങ്ങളും കൃത്യമായി പഠിക്കാൻ ആ ട്രെയിനിക്ക് പറ്റുന്നു. അതിനു വേണ്ടിയാണ് ജോബ് റൊട്ടേഷൻ മെത്തേഡ് എന്നുള്ള ഒരു ട്രെയിനിങ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. ഇത്രയുമൊക്കെയാണ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്.